സന്തോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ഓ എന്തര് എവിടാ എവിടാ പിന്നെ പൈസ പായസം വയ്ക്കാൻ എന്തൊക്കെ പറയണ പായസം വയ്ക്കാൻ പായസം വെക്കാൻ വരാനാ എവിടെ ഇവിടെ എവിടെ വരാൻ ഇവിടെ വയ്ക്കാൻ സമയമായി എനിക്കിനി വയ്യ ഇത്രയും നേരം ജോലിയായിരുന്നു ഇനി ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ നിങ്ങൾ ഇരിക്കുന്നതിനേറെ കൊന്നക്കം പോലെ നിക്കണേ ഇവിടെ മഴ നനഞ്ഞ് മഴ പെയ്ത് ചുണ്ടിൽ എന്തൊരു ചെയ്താ എന്തൊരു വീഴുന്നത് എന്തൊരു വീണ എന്തൊരു വീഴുന്നതോ എനിക്കറിഞ്ഞൂട ഉറങ്ങിയപ്പോ വീണതാ ഉറങ്ങിയപ്പോ മറ്റേ എച്ച് വീണോ എച്ചം വീണോ അങ്ങനെ പറ അതായിരിക്കും ഞാൻ വാപ്പടയ്ക്കും വാപ്പടയ്ക്കും ഓ പിന്നെ നിങ്ങൾ ഉറങ്ങണ എനിക്ക് അറിഞ്ഞൂടെ ഉറങ്ങിയപ്പോ എന്തിനാ വരുന്നതെന്ന് പല്ലിയെ കൊണ്ടല്ലേ എന്തിനാ വരുന്ന ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഇപ്പൊ സമയം എത്ര മണി 4 മണിയായി ഇവിടെ ഒരു മഴയൊക്കെ കഴിഞ്ഞു ട്രിവാൻഡ്രത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ജില്ലയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടാ വയ്യ കേട്ടാ നാളെ തൊട്ട് ചേട്ടനും നന്ദപ്പനും വ്രതമാണ് മലയ്ക്ക് പോകുന്നുണ്ട് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ വ്രതം എടുക്കുന്നുണ്ടെന്ന് ഒരുപാട് നമുക്ക് വൃത്തിയുണ്ട് എങ്കിലും കുറച്ചും കൂടിയൊക്കെ ഒതുക്കലും പറക്കലൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിലൊക്കെ പിന്നെ കുറേ വൃത്തിപ്പരിപാടി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം തളർന്ന് വന്നിരുന്നതേ ഉള്ളൂ കുളിച്ചിട്ട് അപ്പോഴാണ് ദയവന്ന് പായസം ഉണ്ടാക്കാൻ പറഞ്ഞത് പായസത്തിൻ്റെ സാധനമുണ്ട് അടപ്പായസത്തിന് ഓണത്തിന് വാങ്ങിച്ചതിൻ്റെ സാധനം ഇരിപ്പുണ്ട് അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വെക്കണമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ വയ്യ എല്ലാവരും ഉള്ളപ്പോൾ വെച്ചിട്ടേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ തീരത്തുമില്ല അപ്പം പിന്നെ എൻ്റെ ഇപ്പോൾ വന്നത് പായസം ഉണ്ടാക്കാനാണ് പറയണേ പായസം ഉണ്ടാക്കാനല്ലേ അമ്മ പറഞ്ഞ ഉദ്രാവേശം പായസം ഉണ്ടാക്കാൻ തേങ്ങ തിരുവണം തേങ്ങാപ്പാൽ പിഴിയണം പിന്നെ അടയിട്ട് വരട്ടി പായസം ആക്കണം ഇതൊക്കെ വയ്യ തളരും നമുക്ക് പിന്നെ ഒരു പിന്നെ അല്ലാതെ എന്തൊരു കഴിക്കണേ ചോറും കറി തിന്നണം ചോറും കറി ചോറും കറി ബിരിയാണി വെക്കാന്ന് പറയാം നിങ്ങളെ മോൻ്റെ ബിരിയാണി അയ്യ എന്തെങ്കിലും പറഞ്ഞു പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്റെ അവസ്ഥ മോനും ഇതേ വരവും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗർഭം വരും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതേ വരവും അമ്മയ്ക്കും നമുക്ക് ഓപ്ഷൻ വെക്കാം പായസം വേണോ വയനയപ്പം വേണോ ഇത് പിടിവിടൂല ഇനി കൊതി വന്നു പോയാൽ അതിൽ നിന്ന് പിടിവിടൂല ഇപ്പൊ പായസം വെക്കാം പായസം വെച്ചാൽ ഞാനായോണ്ട് കൊള്ളാം വെച്ചൊക്കെ തരണത് നീ ഞായോണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചു ഇറക്കി തരണത് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊന്നും വയ്ക്കൂല അതുകൊണ്ട് അവൻ്റെ കൂടെ കളയണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഔദാര്യം അതുകൊണ്ടാണ് അവനോട് എന്നെ കളയണ്ട അതുകൊണ്ടാണ് അവനോട് എന്നെ കളയണ്ടെന്ന് പറഞ്ഞു ഔദാര്യം പറഞ്ഞില്ല മനസ്സിലായി വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിലും വെച്ച് തരില്ല നീ ആയോണ്ടാണ് വെച്ച് വിളമ്പി തരണേന്നാണ് പറയണത് ഞാനും അവന് മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ അപ്പൊ ഞാൻ കയറി പൊട്ടനാ നിങ്ങളും ഉണ്ട് നിങ്ങളെ കല്യാണം കഴിച്ചോണ്ടൊന്നും നിങ്ങളും കൂടെ ഉണ്ട് 3 പേരില്ലേ ഓ 3 പേരുണ്ട് 3 പേരാ 1 2 3 4 5 കണക്കുകൾ ശരിയാവണില്ലല്ലോ കൊച്ചുകൊണ്ട് അതല്ലെങ്കിലും പിന്നെ കുട്ടികൾ നിങ്ങളെ കണക്കിൽ വരൂലല്ലോ അത് പണ്ടേ അങ്ങനെയാണ് കുട്ടികൾ ഈ ലിസ്റ്റിൽ വരൂല തലേ കണക്കെ കുട്ടികൾ ഇരിക്കുള്ളൂ ഓഹോ അങ്ങനെയാണെങ്കിൽ നിങ്ങളമ്മോൻ ഇപ്പൊ ഒരു ഭീകര ജീവിയായിരുന്നല്ല പിന്നല്ല ആരെ കണക്ക് എന്തൊക്കെ ഞാൻ ഒന്നേ പറ്റുള്ളൂ 56 പറ്റിയില്ല ഓ എന്തിനധികം ആ ഒരെണ്ണം മതിയില്ല വേണ്ട എന്നെ കൊണ്ട് സൂക്കേട് കൊണ്ട് പ്രസവിക്കാൻ പോക്കില്ല ഈ മരുന്ന് തിന്നോണ്ടിരിക്കുന്നിടത്ത് സാധിക്കില്ല അവന് 8 വയസ്സ് വരെ പാല് കൊടുത്തോളൂ 10 വയസ്സ് വരെ പാല് കൊടുത്തില്ല 8 വയസ്സ് വരെ പാല് കൊടുത്ത 10 വയസ്സ് വരെ
പരി കൊടുത്തില്ല. അതെങ്ങനെ ഈ രോഗമായതുകൊണ്ടാണ് ഞാൻ പരി കൊടുക്കാത്തത്. അതെങ്ങനെ ശരിയാവും? രോഗം കൊണ്ടാണ് ഞാൻ പരി കൊടുക്കുന്നത്. എന്നാലും 10 വയസ്സ് വരെയൊക്കെ കൊടുത്തില്ലേ? 10 വയസ്സ് വരെ പാല് കൊടുത്തു. ആശ്ചര്യം തന്നെ, മഹാദേവൻ ആശ്ചര്യം തന്നെ. എനിക്ക് ഈ രോഗമായോണ്ട് എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി. പായസം വേണം, അത്രയല്ലേ ഉള്ളൂ. പായസം വേണം, ഉണ്ടാക്കിത്തരാം. ചരിത്രം ഇത് വഴിമാറും ചിലർ വരുമ്പോൾ. പായസത്തിന് വേണ്ടിയിട്ടാണ് ഈ നമ്പർ. ഒരു ദൂരം പായസം വെച്ചു കൊടുത്താൽ കുടിച്ചോണ്ട് പൊക്കോളും. പായസം ഉണ്ടാക്കാം. നമ്മുടെ ഷോപ്പൂസ് പായസം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും അമ്മയെ ഷോബു എന്നാണ് വിളിക്കണേ. ശോഭനയൊക്കെ മാറി. ഇപ്പം ഷോബുവിൻ്റെ പായസം ആയിട്ടുണ്ട്. അടപ്രഥമനം കേട്ടോ. ഇത് നമ്മുടെ ഓണസമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓണസമയത്ത് ഉണ്ടായിരുന്ന അടയാ. അപ്പം ഞാൻ അതിനെടുത്ത് വെച്ചിരുന്നു. ഇനി ഷോപ്പൂസിനെ ഞാൻ ആദ്യം പോരണേ. ഉടുപ്പിലൊന്ന് വെച്ചിട്ടേക്കല്ലേ, അത് കുഴപ്പമില്ല. അച്ചാമ്മയ്ക്ക് വായൊന്നും പൊള്ളൂല. അച്ചാമ്മ കിടിലോണ്. ഇപ്പൊ ഡാൻസ് കളിച്ച് കാണിച്ചോളൂ മക്കളെ. കാണിച്ചു കൊടുക്ക്. മക്കള് വിളിക്കണ്ട. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അമ്മയുടെ വീട്ടിൽ നിന്ന് വേണ്ട മഴ പെയ്യുവാണേ. നടയിൽ മഴയത്ത് നനഞ്ഞുകൊണ്ട് വരുവാണ്. ഇത് തന്നെ അവസ്ഥ എപ്പോഴും. ഇപ്പം ചേട്ടൻ ഓടിച്ച് വിട്ടതാ മഴ പെയ്തുകൊണ്ട്. പക്ഷേ ആ മഴയത്ത് ഓടി വരുന്നേണ്ട. പായസം ഇനി കിട്ടാണ്ട് പോവില്ല. പായസം, ചായ, ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ. വേണ്ട ഇപ്പം അടുക്കള വശത്ത് മഴ തോന്നിട്ട് വന്നാ പോരായിരുന്നാ? കൊച്ചു കിടക്കണത് വിളിച്ചു നമ്മൾ ഈ പെരുമഴയത്ത് ഓടി വരണോ? പിന്നെ ഇങ്ങോട്ട് കേറി ഈ മഴയും നനഞ്ഞു, അകത്തും കയറൂല. പിന്നെ എവിടെയെങ്കിലും ഇവിടെ ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. അയ്യോ എന്തോന്നാ. ആ ഇരിക്കും, അവിടെ ഇരിക്കും. മാറ മക്കളെ, അച്ഛമ്മ അവിടെ ഇരിക്കട്ടെ. മോളിലെങ്കിലും അയ്യോ ഇരിക്കു വയ്യേ. എന്തടാ? അല്ല അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഇരി കുഞ്ഞെവിടെ ഇരി, കുഞ്ഞെവിടെ ഇരിക്കും മക്കളെ. പണ്ട് പായസമൊക്കെ കഴിക്കുവോ അച്ഛമ്മ? ഇനിയിപ്പോ അച്ഛമ്മക്ക് പായസം കിട്ടിയോണ്ട് നിങ്ങളെ കുടി. അമ്മ ഞാൻ കുടിച്ചോളാം, എനിക്ക് വേറെ ഉണ്ട്. നിങ്ങൾ കുടിക്കും, നിങ്ങൾക്കല്ലേ പായസത്തിന്റെ അത്യാവശ്യം. കുടി. പായസം കിട്ടിയോണ്ട് ഒന്നില്ല ശ്രദ്ധിക്കില്ല. ഇനി പായസം അമ്മ അങ്ങോട്ട് കുടിച്ചാണ്. പായസം കിട്ടിയോണ്ട് ഇനി ഒരു കാര്യങ്ങളിലും ശ്രദ്ധ വരൂല. കൊച്ചു ചോദിച്ചണ്ട പണ്ട് പായസം വെക്കോന്ന്. അമ്മ വയ്ക്കുമായിരുന്ന അപ്പൊ പണ്ട് അമ്മേരെ അതിന് വാങ്ങിക്കുമായിരുന്നു. അച്ഛമ്മ വലുതായപ്പോ അച്ഛമ്മ വയ്ക്കൂലായിരുന്നു. മഴയെന്നില്ല, വെയിലെന്നില്ല, 24 മണിക്കൂറും ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അകത്തും കയറൂല, പുറത്തും നിൽക്കൂല. ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ സമയത്ത് ആരോ അതിനകത്ത് കമൻറ്റ് ചെയ്തു. ആരോ അല്ല കേട്ടോ, 2-3 പേര് കമൻറ്റ് ചെയ്തു. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് വന്നു. അമ്മ ഭയപ്പെട്ട് വീടിനകത്ത് നിൽക്കുന്ന മാതിരി ഫീൽ ചെയ്തു എന്ന്. അപ്പം ഞാൻ കമൻറ്റ് നമ്മൾ ഈ റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ ഒരുപാട് ലെങ്ത് ആവുമല്ലോ. കാര്യം എക്സ്പ്ലനേഷൻസ് നമുക്ക് എപ്പോൾ കൊടുത്താലും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്ന രീതിയിൽ വേണമല്ലോ കൊടുക്കാൻ. സോ അതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയില്ല. അമ്മ ഭയന്നിട്ടല്ല വീടിനകത്ത് കയറുന്നത്. അമ്മയ്ക്ക് ഈ തറയിൽ ചവിട്ടാൻ പറ്റില്ല. അത് വളരെ വൈകിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. എനിക്ക് തോന്നുന്നു അതാണ് റീസൺ എന്ന്. എന്തോക്കളെ നന്ദൂസേ, ആ കുഞ്ഞാവയ്ക്ക് പായസം എടുത്ത് കൊടുക്ക്. ചേട്ടൻ എടുത്ത് തരും.
അമ്മയ്ക്കും കൂടെ ഒരു പാത്രത്തിൽ എടുക്കടാ. ഓ കുറച്ച് മതിയോ നന്ദൂസേ? അമ്മ കഴിക്കി. നിങ്ങൾക്കൂടെ തരാനാണ് ചോദിച്ചേ പറയണ നിങ്ങളുടെ അമ്മ. എടുക്കട്ടാ? എടാ അമ്മയ്ക്ക് കുറച്ച് മതി. നിങ്ങളുടെ മോൻ ഇപ്പൊ വേണ്ടാന്ന്. സ്പൂൺ എന്ത് കഴിഞ്ഞത് എങ്ങനെ കോരി കുടിക്കും? ഞാന് എല്ലാവർക്കും വച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ കുറച്ച് പേരിനെ കഴിക്കാറുള്ളൂ. കഴുകിയിട്ട് വേണം എടുക്കാൻ. എന്തെടുത്താലും കഴുകണം കേട്ടാ. സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഒരു പല്ലിയൊക്കെ ഓടണല്ലേ. കഴുകിയിട്ട് പിന്നെ പോവാതെ പല്ലിയൊക്കെ പോകും. അപ്പോ എന്തുകൊണ്ടാണ് അമ്മ തറയിൽ ചവിട്ടാത്തത് അല്ലെങ്കിൽ നമ്മളെ വീടിനകത്ത് കയറാത്തതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഭയപ്പെട്ടിട്ടൊന്നും അല്ല കേട്ടോ. അമ്മയ്ക്ക് ഭയപ്പെടാനായിട്ട് ഇവിടെ നമ്മൾ ഭീതിജനകമൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ ചേട്ടൻ ഇച്ചിരി കണ്ണൊക്കെ ഉരുട്ടാറുണ്ട്. കാരണം അത് നിങ്ങളിപ്പോൾ ഈ അമ്മ ഈ സ്റ്റാൻഡിൽ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അമ്മ ഭയങ്കര പാവം അല്ലെങ്കിൽ നല്ലൊരു അമ്മ എന്നുള്ള ഫീൽ വരുന്നത്. ഈ പരുവത്തിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് എന്നെക്കാട്ടിയും ചേട്ടനാണ്. കാരണം ചേട്ടൻ്റെ പല ഭയപ്പെടുത്തലും പല രൂപങ്ങളുമാണ് അമ്മയുടെ ഈ ശാന്തത. അത് നമ്മുടെ എല്ലാവരെയും അറിയുന്നവർക്കറിയാം, ചുറ്റുപാടുള്ളവർക്കറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വലിയ സിറ്റിയിലാണ് താമസിക്കുന്നത്. ചുറ്റും അടുപ്പ് കൂട്ടി കണക്ക് വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം അമ്മയ്ക്ക് വീടില്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അമ്മ പുറത്താണോ കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സിറ്റിയിൽ ഇത്രയും അയൽപ്പക്കത്ത്, അതായത് അമ്മയുടെ കാലങ്ങളായിട്ടുള്ള വസ്തുവിലാണ് ഇപ്പോൾ നമ്മൾ വീട് വെച്ച് കിടക്കണേ. അപ്പോൾ ഈ പരിസരത്ത് ഉറപ്പായിട്ടും അമ്മയുടെ ബന്ധുക്കളും അമ്മയെ ഒരുപാട് അറിയുന്നവരുമാണുള്ളത്. അവരുടെ ഇടയിൽ അമ്മയ്ക്കൊരു വീടില്ലാതിരിക്കുമോ? ഉറപ്പായിട്ടും വീടുണ്ട്. പക്ഷെ അമ്മയുടെ വീട് അമ്മ കാണിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു കാറ്റഗറിയിലുള്ള പേഴ്സണാണ് അമ്മ. പണ്ട് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് പൂന്തി വിളയാടിയ ഒരു വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ മക്കളമ്മ സംസാരിക്കട്ടെ. അമ്മയുടെ വീടിനകത്ത് കൊതുമ്പ്, ചൂട്ട്, പിന്നെ ഞാൻ എടുത്ത് കളയുന്ന കുപ്പികൾ, ഞാനിപ്പം നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാൻ വെച്ചേക്കുന്ന കുപ്പികൾ, പിന്നെ ചേട്ടൻ്റെ കയ്യിലിര തുണ്ടുകൾ കുറേ കീറി തല കെട്ടാനായിട്ട്, ഇങ്ങനെ തുടങ്ങി ഒരു കുറേ പിന്നെ കുറേ ചാക്കുകൾ, ഇങ്ങനെ തുടങ്ങി കുറേ ചവറുകളുടെ കൂമ്പാരമാണ് അമ്മയുടെ വീട്. അപ്പം ഞാൻ അതിനെ എല്ലാം ഒരു പരിധി വരെ വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കി കഴുകിയൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ എന്നാൽ ഒരു ലിമിറ്റിനപ്പുറം അമ്മ ആ പോർഷൻസിനൊന്നും എന്നെ കൈ കടത്താറില്ല. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി വലിയൊരു വീടൊന്നുമല്ല, ഒരു കുഞ്ഞു റൂമാണ്. ആ റൂമിനകത്ത് അമ്മയ്ക്ക് ടോയ്ലറ്റ്, അമ്മയ്ക്ക് കിടക്കാനുള്ള കട്ടിൽ, മെത്ത, പിന്നെ അമ്മയ്ക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിള്, ഒരലമാര, ഇത്രയും മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അമ്മ കാണിക്കാൻ സമ്മതിക്കുന്നില്ല. അതൊന്നാമത്തെ കാര്യം. അതിന് മാത്രമല്ല, ഇപ്പോൾ ഒരു മകളെന്ന നിലയ്ക്ക് ഇപ്പം അമ്മ ഇത്രയും വൃത്തിയായിട്ടും വിനയായിട്ടൊക്കെ ഞാൻ നോക്കിയിട്ട് അമ്മയുടെ ആ ഒരു പോർഷൻ, അതായത് വൃത്തിയില്ലാതെ കിടക്കുന്നത് എനിക്ക് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിന് താല്പര്യമില്ല. നിങ്ങൾ എപ്പോഴും അമ്മയെ എന്താ പറയാ, ഈ അവസ്ഥയിൽ കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ നമ്മളിപ്പോ പതിയെ ഇതുവരെ എത്തിച്ചില്ലേ, ഇനി മിണ്ടാതിരിക്കും മക്കളെ. ഇനി ആ വീട് കുറച്ചും കൂടിയൊക്കെ വൃത്തിയാക്കി ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കില്ല എന്നൊന്നുമില്ല. അമ്മയ്ക്കൊരു വീടുണ്ട്, അമ്മ ഒരു കൊച്ചു റൂമാണ്, അതിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് അമ്മ പുറത്താണ് കിടക്കുന്നതെന്നുള്ള സംശയം വേണ്ട. പിന്നെ നമ്മൾ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ വീടിനകത്ത് കയറാത്തത്. അപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ച് ദിവസം മുന്നേ, ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇട്ട് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് അമ്മമാരും ചേച്ചിമാരൊക്കെ ഒന്ന് സംസാരിക്കും. അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു ആൻറ്റി എന്നോടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റി എന്ന് പറയുന്നത് അമ്മയുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അമ്മയെ ശുശ്രൂഷിച്ച ഒരു ആൻറ്റിയാണ്. അവിടുത്തെ ഒരു ബൈസ്റ്റാൻഡ് എന്തോ ഒരു പോസ്റ്റ് ചെയ്യുന്നതിന് പേര് പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ ആൻറ്റിയോട് ചോദിച്ചു, ശോഭനയുടെ മരുമോളല്ലേ, ശോഭന ഇങ്ങനെ കണ്ടതിൽ വളരെ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെ നിൽക്കണം ഭയാനകമായിട്ട്. കാര്യം ഓരോ ആൾക്കാരും, അയൽക്കാരാണെങ്കിലോ ചേട്ടനാണെങ്കിലോ ഒക്കെ പറഞ്ഞ് നമുക്ക് അമ്മയെക്കുറിച്ചൊരു സ്റ്റോറി നമുക്കറിയാം. പക്ഷെ അതുക്കും മേലെ അമ്മയുടെ ഒരു വല്ലാത്ത സ്റ്റോറികളൊക്കെയാണ് ആ ആൻറ്റി വഴി കേട്ടത്. അപ്പം അമ്മ പറയില്ല, തറവാട്ടി പോകുമാതിരിയാണ് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോണേ. അപ്പം അവരവിടുന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അമ്മ അകത്ത് കയറാത്തതിനെ കുറിച്ച് കുറേ പേര് അതിനകത്ത് മെസ്സേജ് ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ തറയിൽ എന്തോ ആണ്, മറന്നുപോയി ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പം എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ചിട്ട് അമ്മയ്ക്ക് നമ്മുടെ വീടിൻ്റെ തറയും നമ്മുടെ ടൈല് തറയും അമ്മയുടെ വീടിൻ്റെ തറയും പിന്നെ നമ്മുടെ തറയിലെ പരിപരുത്ത ഈ മണൽ തറയും ഇതൊക്കെ എന്ന് പറയുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് അമ്മയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ ഇതുമാതിരിയുള്ള തറ അമ്മയ്ക്ക് പറ്റില്ല എന്നാണ് അവർ പറയണത്. അമ്മ തെന്നി വീഴും എന്നാണ് പറയുന്നത്. പരുപരുത്ത അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചേട്ടൻ അവിടെ പരുപരുത്ത തറയിട്ടേക്കുന്നത്.
പരുപരുത്ത തറ മാത്രമേ അമ്മയ്ക്ക് പറ്റുള്ളൂ. അതിനുള്ളൊരു ഉദാഹരണം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അമ്മ നടക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. അമ്മ എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നടക്കുന്ന മാതിരി വിരലുകൾ തറയിൽ ഊന്നിയല്ല നടക്കുന്നത്, എങ്ങനെ വിരൽ പൊക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. കുറച്ച് പാടുപെട്ടു അമ്മ ഈ നടക്കുന്ന വീഡിയോ എടുക്കാനായിട്ട്. കാരണം അമ്മയുടെ പിറകെ എപ്പോഴും ഒരു ക്യാമറ കൊണ്ട് നടക്കുന്ന കാര്യം പോസിബിൾ അല്ല. അമ്മ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നടക്കുന്ന കാര്യമൊക്കെ എടുക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. എങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്. വിരൽ, അതായത് നമ്മളൊക്കെ ഉപ്പൂറ്റയും വിരലും പാദവും എല്ലാം തറയിൽ ഊന്നിയിട്ടല്ലേ നടക്കണേ. നമ്മൾ വിരൽ ഉൾപ്പെടെ പാദം ഉൾപ്പെടെ പതിഞ്ഞ് തറയിൽ നിന്നല്ലേ നമ്മൾ നടക്കണേ. പക്ഷെ അമ്മ അങ്ങനെയല്ല, ഉപ്പൂറ്റി മാത്രമേ ഊന്നുള്ളൂ, ബാക്കിയെല്ലാം മേളിലോട്ടിരിക്കും. ഒരു ആങ്സൈറ്റി മാതിരി ആ രീതിയിലാണ് അമ്മ നടക്കുന്നത്. സോ അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നുന്നു അമ്മ നമ്മുടെ ഈ ഇപ്പം ഇതിനകത്ത് കയറിയപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അമ്മ പുറകിലുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഇവർ അമ്മ പുറകിലോട്ട് തന്നെ വലിക്കുകയാണ്. അതായത് വീടിനകത്ത് കയറുന്നതാണ് ഞാൻ നിർബന്ധിച്ചാണ് കയറ്റിയെങ്കിൽ പോലും അമ്മ പുറകിലോട്ടാണ് പിടിക്കണത് തന്നെ. പക്ഷെ ഞാൻ ശക്തിയുടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശക്തിയായിട്ട് ഞാൻ അമ്മയെ ഉന്തി തള്ളിയാണ് കൊണ്ടുപോണേ. പക്ഷെ എൻ്റെ കൈവിട്ട സമയത്ത് അമ്മ വീഴാൻ പോയായിരുന്നു. അമ്മ ഭയപ്പെട്ടാണ് തറയിൽ ചവിട്ടിയത്. അപ്പൊ എനിക്കിപ്പോൾ തോന്നുന്നു മേ ബി അതാവാം റീസൺ. കാരണം അമ്മയ്ക്ക് വീടിനകത്ത് കയറുമ്പോൾ അമ്മ തെല്ലുന്നു, അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആരും നടക്കുന്ന മാതിരി അമ്മ അല്ല നടക്കുന്നത്, വ്യത്യാസമുണ്ട് നടക്കുന്ന രീതി. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമുക്കിപ്പോ ഇതുവരെ ഈ പറമ്പിനകത്ത് ഇത്രയൊക്കെ അമ്മ ഇടാമെങ്കിൽ പിന്നെ നിങ്ങളെ വീടിനകത്ത് വരെ കയറ്റിയാൽ എന്താ കുഴപ്പം? നമുക്ക് അങ്ങനെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ വേറൊരു വശം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുള്ള വീടാണ്, നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. എനിക്കിപ്പോൾ നിർബന്ധിച്ച് നിങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നതും കേട്ടുകൊണ്ട് നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് അമ്മയെ വീടിനകത്ത് കയറ്റി പൂട്ടിയിടാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുമായിട്ട് അമ്മ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവില്ല, അന്നും ഇന്നും എന്നും. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ 2 പൊടി കുട്ടികളുള്ളതാണ്. ഞാൻ ഇവരെ ഇതിനകത്ത് വലിച്ചു കയറ്റി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ പറയുന്ന നിങ്ങൾ തന്നെ ചോദിക്കും എന്തിനാണ് കയറ്റിയത്, അതിൻ്റെ ആവശ്യം എന്താണ്, അമ്മ സമാധാനത്തോടെ പുറത്തു നിന്ന് ജീവിക്കുകയല്ലായിരുന്നു എന്ന് ചോദിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഇനി പിടിച്ച് വലിച്ച് കയറ്റാനും ഉദ്ദേശിക്കുന്നില്ല. അമ്മ കയറുമ്പോൾ കയറട്ടെ. ഇപ്പോൾ ടി വി കാണിക്കാനായിട്ട് ഞാൻ കയറി, വലിയ സൗണ്ട് ഇട്ട് മോന് ടി വി ഇട്ടിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് എന്നോട് ചോദിച്ചത് എന്തിനു പെണ്ണെ ഈ ടി വി എടുത്ത്, പഴയ ടി വി വെളിയിൽ വെച്ചേക്കുന്ന പുതിയ ടി വി അല്ല വീടിനകത്ത് എന്താ സൗണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ടി വി കാണിക്കാനായിട്ട് കയറ്റി. അപ്പോഴും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ പിടിച്ച് വലിച്ച് കയറ്റി. അമ്മ ഒരു വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് കാണിക്കാനായിട്ട് കയറ്റി. അപ്പം അതുപോലെ ആഘോഷത്തിനൊക്കെ കയറുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതി. ആൻറ്റി പറഞ്ഞത് വെച്ചിട്ട് അമ്മ കിടന്നിരുന്ന വാർഡ് ഫീമെയിൽ സിക്കോ അല്ലെങ്കിൽ 10ാം വാർഡാണെന്ന് പറഞ്ഞ അന്ന് ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കറക്റ്റ് തന്നെയാണ്, ആ വാർഡിൽ ടെയിലല്ല. ആൻറ്റി പറഞ്ഞു കാര്യം ആ തറ ശോഭനയ്ക്ക് പറ്റിയ തറയായിരുന്നു എന്നൊക്കെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും പറഞ്ഞു അത് ശരി ആൻറ്റി, ആ തറ ടെയിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എപ്പോഴും അവിടെ കിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം 10 വർഷമായി അമ്മ ആശുപത്രിയിൽ പിന്നെ പോയിട്ട്. അതിനുശേഷം പോയത് ഇന്നാൾ ഞാൻ ഇട്ട വീഡിയോയിൽ ഗുളിക വാങ്ങാൻ പോയതാണ്, അല്ലാണ്ട് അമ്മ ഞാൻ ആശുപത്രിയിലാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, 10 വർഷത്തിന് മുന്നേയുള്ള കാര്യമാണ് പറയണേ. ഇനി എന്തായാലും അമ്മ കിടന്ന്, പക്ഷേ ഒരു കാര്യം പറയാം, ശോഭു ചെറിയൊരു ടീമല്ല, നല്ല വലിയൊരു വീരശൂര പരാക്രമിയാണ്. അമ്മയുടെ പല ബ്രീഫ്, അമ്മയുടെ ഒരു സ്റ്റോറി പറയേ, അമ്മയുടെ ഇങ്ങനെ വയ്യാത്ത ഒരാളെ കുറിച്ച് എങ്ങനെ കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച് കുറേ ചോദ്യങ്ങൾ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. നമുക്ക് ചില കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഉദാഹരണം, ചേട്ടൻ്റെ അച്ഛനെ കുറിച്ച് ചേട്ടനെ പറയാൻ ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി ഇടുന്നത് ശരിയല്ല. കാരണം ചേട്ടന് ഇഷ്ടമല്ല അങ്ങനെ ഒരു പേഴ്സണെ കുറിച്ച്. ഞാൻ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴോ പോയ ഒരു പേഴ്സൺ, ആളെ കുറിച്ച് ഇനി വീണ്ടും എന്താ പറയുക റീതിങ്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്കും അങ്ങനെ ഒരാളെ ഓർമ്മയില്ല, ചേട്ടൻ കണ്ടിട്ടുകൂടിയില്ല. അപ്പം അങ്ങനെ ഒരു പേഴ്സണെ നമ്മൾ ഒരിക്കൽ പോലും വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മളെ ലൈഫിലോ ഒന്നും ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് ചേട്ടൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരിടവും പറയാത്തത്. അമ്മയ്ക്ക് എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഓരോന്നൊക്കെ പറയും, പക്ഷേ ചേട്ടൻ അത് കേൾക്കുന്ന ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ നമ്മൾ അച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി ആ ഒരു കാര്യത്തിന് മാത്രം ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ അമ്മയുടെ ബ്രീഫ്, അമ്മയുടെ ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പായിട്ട് ഞാൻ പറയാം. അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്ന് പറയണം എന്നുണ്ട്. വേറൊരു വീഡിയോയിൽ പറയാം, അത് വേറൊരു വീഡിയോയിൽ പറയാം, ഉറപ്പായിട്ടും പറയാം. അപ്പോൾ ഇതാണ് വീടിനകത്ത് കയറുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇന്ന് ഇരുന്നിരുന്നൊരു പായസമൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ എന്തായാലും പായസം എടുത്ത് നല്ലതേ വെളിയിൽ ഇത്ര 6 ആയിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടാ. നിങ്ങളുടെ അവിടെയൊക്കെ നല്ല ഇരുട്ടാണ്. നിങ്ങളവിടെയൊക്കെ ഇരുട്ടുണ്ടോ? നമ്മളവിടെ നല്ല മഴയും ഇരുട്ടും ഉണ്ട്. അപ്പോഴപ്പോഴാ പോയി. പായസം കൊള്ളാമോ? മതിയാ? ഇവിടെ പ്രതീക്ഷിക്കാറ് വളരെ വലിയ ശോഭൂന്
കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മ പിണങ്ങി നിക്കണേട്ടാ. കുഞ്ഞമ്മ ആങ്കറിങ് ചെയ്യാൻ വന്നപ്പോ ഞങ്ങൾ ഓട്ടിച്ചു വിട്ടേന് കുഞ്ഞമ്മ പിണങ്ങി പോയി നിക്കണ്. വളരെ വലിയൊരു ഇടിയാണ് അപ്പ പെയ്തത്. ഇടി പെയ്തൂന്നല്ല, ഇടി വന്നു. ഇടി വന്നു. കുഞ്ഞവാ പവറിലാണ് ആ ഇടി വന്ന്. അയ്യോ പിണങ്ങി നിക്കണം. അപ്പൊ പിന്നെ നന്ദൂസ് പറയട്ടെ, കുഞ്ഞക്ക് ഇഷ്ടമല്ല എന്ന് പറയാം. അപ്പൊ നമ്മളൊന്ന് പായസമൊക്കെ വെച്ച് പിന്നെ അമ്മയുടെ സ്റ്റോറി അത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. എന്റെ തലയുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉപദ്രവിക്കല്ലേ ചേട്ടൻ. ഞാൻ എന്റെ തലയുടെ കാര്യത്തിന് ഒരു തീരുമാനം പറ. പായസം കുടിച്ചു പറ, പിണങ്ങി നിക്കണം. പായസം കുടിച്ച് പിന്നെ പറ. ഡാൻസ് സ്കൂളിലെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്താണ് അങ്ങോട്ട്, വിശേഷം പറഞ്ഞു. പിന്നെ വേറെന്തുണ്ട് പറയാ? ഇത് മറ്റേ എവള് കാണാൻ മറ്റേ പ്രോഗ്രാം എന്തുവാടാ? കാത്തൂല് മറ്റേ ആ മാക്കാൻ പൂച്ചേരെ വേറെന്തോന്ന്? കാത്തൂല പൂച്ചേരെ വേറെന്തോന്ന്? കണ്ടനെ പോലെ ഇരിക്കണ ഇതൊക്കെയാണ്. ഇപ്പൊ ഇവിടെ ടി വി ഇടുമ്പോ ഒരു മോണിക്ക, ഒരു അങ്ങാനക്കോടല്, പിന്നെ ചെമ്പഴുക്ക ഇതിട്ടില്ലെങ്കിൽ എന്റെ തലക്ക് ഇട്ട് ഭയങ്കര പിഴപ്പോ. ഇതേപോലെ അപ്പൊ ഇവക്ക് ഇതൊക്കെ വേണം. രാവിലെ കാണുന്ന കാത്തു, പിന്നെ രാത്രി കാണുന്നത് ചെമ്പഴുക്ക, അങ്ങാനക്കോടല്, പിന്നെ സർലട മോളെ, ഇതൊക്കെയാണ് ഇവിടെ കാണല്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടി വി ഇടുന്ന റീൽസ് ഒക്കെ കണ്ടോണ്ടിരിക്കും. മഴ പെയ്യുമ്പോ വെള്ളം വരുമെന്ന് പറയാം. ഇത്രയും വെള്ളം ഇറക്കും. മഴ പെയ്യുമ്പോ പിന്നെ വെള്ളം അല്ലാതെ എന്ത് വരും അമ്മ? വെള്ളം വരും. മഴ പെയ്യുമ്പോഴല്ലേ വെള്ളം വരുന്നത്. അലമ്പാണ് ഈ വീട്. അലമ്പന പണ്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നല്ലോ, അതാണ് ഈ വീട്. ഒരു നേരം ഇനി വാ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത് വേറൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ. കുഞ്ഞ ടാറ്റ ഇവിടെ വന്ന് ടാറ്റ പറ. ടാറ്റോടമ്മ. ടാറ്റ. ടാറ്റാ. ഹലോ. ടാറ്റാ. ഹലോ ടാറ്റ.